അപ്പോൾ രാവിലെ തന്നെ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞിട്ട് നേരെ തിന്നാനായിട്ട് പോയി. ഇന്നാണെങ്കിൽ നല്ല മഞ്ഞ ഉപ്പുമാവും പഴം പുഴുങ്ങിയതും പിന്നെ ചായയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ബീഫ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അത് എടുക്കാനായിട്ട് മറന്നും പോയി. ഇന്നാണെങ്കിൽ എനിക്കും തന്നിനും പനി പിടിച്ച് കിടപ്പിലായൊരു ദിവസമായിരുന്നു കേട്ടോ. അവിടെ ചെന്നിട്ടുള്ള 4 നേരത്തെ കുളിയും പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടൊക്കെ ആയിരിക്കും മേ ബി. അതുകൊണ്ട് തന്നെ ഉച്ചയൊക്കെ ആവാറായപ്പോഴത്തേനും ചേലക്കര ഹോസ്പിറ്റലിലേക്ക് ഞാനും അമ്മയും തന്നെ കൂടെ പോയി. എനിക്കാണെങ്കിൽ തൊണ്ടവേന എടുത്തിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല, വെള്ളം പോലും ഇറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല രാവിലെ. പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഓക്കെ ആയി. അപ്പോൾ തന്നൂനാണെങ്കിൽ കൂടുതലും. അവിടെ ആണെങ്കിൽ ചെന്നപ്പോൾ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അമ്മ അവിടെ ക്യൂവിൽ നിൽക്കുമായിരുന്നു കേട്ടോ. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നതിന് ശേഷം നമ്മൾ കയറി കാണിച്ചു. പിന്നെ എനിക്ക് കുറേ കഫ് സിറപ്പും പിന്നെ എന്തൊക്കെയോ ടാബ്ലറ്റ്സ് ഒക്കെ എഴുതി തന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ കഫ് സിറപ്പ് കഴിക്കില്ല. എന്തായാലും ടൗണിൽ വന്നല്ലേ, അതുകൊണ്ട് നമ്മളൊന്ന് ഫാൻസിയിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി. അവിടെ നിന്ന് അധികം സാധനമൊന്നും വാങ്ങിയില്ല. അമ്മയ്ക്കൊരു പാദസരം, പിന്നെ എനിക്ക് ഒരു ലിപ്സ്റ്റിക്ക്, പിന്നെ വേറെ എന്തോ ഒരു ഷാമ്പൂ, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങിയിട്ട് പിന്നെ നേരെ ബേക്കറിയിലേക്ക് പോയി. അവിടെ നിന്നാണെങ്കിൽ ഉണ്ണിക്ക് കുറച്ച് ചോക്ലേറ്റ്സും പിന്നെ ബിങ്കോയും അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ നല്ല ചൂട് ചോറും ചക്ക എലിശ്ശേരിയും പിന്നെ മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചക്ക എലിശ്ശേരി കഴിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അമ്മയുടെ സ്പെഷ്യൽ സാധനം കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പ്രിയേച്ചി വർക്കിന് പോയിട്ടുണ്ടായിരുന്നു. വർക്കിനൊക്കെ പോയി വന്ന് പിന്നെ നമ്മളെല്ലാവരും കൂടെ കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നൈറ്റ് ഒരു ഔട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒന്നും പറയാനില്ല, നമ്മൾ ചായ കുടിക്കാൻ പോകുന്നു. അപ്പോൾ അപ്പുസേട്ടനും വരനാട്ടനും ഒക്കെ കുറച്ച് കഴിയുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരവിടെ വെയിറ്റ് ചെയ്ത് നമ്മളിങ്ങനെ നിൽക്കും. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.